ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ്. എന്താണ് ബയോമോളിക്യൂൾസ് എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ശകലം കെമിസ്ട്രിയും കൂടി ചേർന്ന ഭാഗമാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ബയോമോളിക്യൂൾസ്? ബയോ മീൻസ് ലൈഫ്, അല്ലെ ജീവൻ, അല്ലേ? അപ്പോൾ ദ മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ ലിവിങ് തിങ്സ്, അതിനെയാണ് നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബയോമോളിക്യൂൾസ് എന്തൊക്കെയാണെന്നും അവയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നും ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്, ബയോമോളിക്യൂൾസിനെ കുറിച്ച്. ഹൗ ടു അനലൈസ് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ലിവിങ് ഓർഗാനിസം. ഒരു ജീവിയിൽ എന്തൊക്കെയാണ് കെമിക്കൽ കോമ്പോസിഷൻ, ഒരു ലിവിങ് ഓർഗാനിസത്തിലെ കെമിക്കൽ കോമ്പൗണ്ട്സ് ഒക്കെ ഏതാണെന്നും ഒക്കെയാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. പിന്നെ ബയോ മൈക്രോ മോളിക്യൂൾസ്, പിന്നെ ബയോ മാക്രോ മോളിക്യൂൾസ്, പിന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നുമായിട്ട് നോക്കാം എങ്ങനെയാണ് നമ്മൾ ബയോമോളിക്യൂൾസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതെന്ന്. All living organisms are made of same chemicals, that is elements and compounds. എല്ലാ ജീവജാലങ്ങളും ഒരേ സെയിം കെമിക്കൽസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് സെയിം ആയിട്ടുള്ള എലിമെൻസും സെയിം ആയിട്ടുള്ള കോമ്പൗണ്ട്. അപ്പോൾ ലിവിങ് ഓർഗാനിസത്തിനെ നമ്മൾ മൊത്തത്തിലെടുത്താൽ, ഈവൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ഒരേപോലുള്ള കെമിക്കൽസുകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരേ തരത്തിലെ എലിമെൻറ്റുകളും ഒരേ ടൈപ്പിലെ കോമ്പൗണ്ടുകളും കൊണ്ടാണ്. ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെയിം കെമിക്കൽസ്. ഇഫ് വി പെർഫോം സച്ച് ആൻ അനാലിസിസ് ഓൺ ദ പ്ലാന്റ് ടിഷ്യൂ, animal tissue or a microbial paste, we obtain a list of elements like carbon, hydrogen, oxygen and several others. If the same analysis is performed on a piece of earth crust, as an example of the non-living matter, we obtain a similar list. അതായത് നമ്മൾ ഈ കെമിക്കൽ കോമ്പോസിഷൻ അറിയാൻ വേണ്ടി നമ്മളൊരു പ്ലാന്റ് ടിഷ്യൂവിനെയോ ആനിമൽ ടിഷ്യൂവിനെയോ അല്ലെങ്കിൽ ഒരു മൈക്രോബിയൽ പേസ്റ്റ്, ഒരു മൈക്രോബ്സിൻ്റെ ഒരു കുറച്ചെടുത്ത് നമ്മളത് പരിശോധിച്ച് നോക്കിയാൽ, അനലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് എലിമെൻസിനെ കിട്ടും. അതിൽ പ്രധാനപ്പെട്ട ലിസ്റ്റുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ എലിമെൻറ്റ്സ് എല്ലാം തന്നെ ഈ സസ്യത്തിലായാലും ജന്തുക്കളിലായാലും മൈക്രോബ്സിലായാലും ഒക്കെ ഇത് നമുക്ക് കാണും. ഏറ്റവും കൂടുതൽ കാണുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ പോലുള്ള എലിമെൻറ്റുകളെയാണ്, മൂലകങ്ങളെയാണ് നമുക്ക് കാണുന്നത്. അതിൻ്റെ ഒരു ലിസ്റ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്, പലതരത്തിലുള്ള എലിമെൻറ്റുകളെകൾ. ഇഫ് ദ സെയിം അനാലിസിസ് ഇസ് പെർഫോംഡ് ഓൺ എ പീസ് ഓഫ് എർത്ത് ക്രസ്റ്റ്, നമ്മളിപ്പോൾ മണ്ണിൽ അല്ലേ, എർത്തിൻ്റെ ക്രസ്റ്റ്, അതായത് എർത്ത് ക്രസ്റ്റിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് അനലൈസ് ചെയ്ത് നോക്കിയാലും, ആസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ ലിവിങ് മാറ്റർ, ഒരു നോൺ ലിവിങ് മാറ്റർ എടുത്ത് നോക്കിയാലും ഇതേപോലുള്ള സബ്സ്റ്റൻസ് ഒക്കെ തന്നെ നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്, അല്ലേ? ആ എലിമെൻറ്റ്, ആ എർത്ത് ക്രസ്റ്റ് മണ്ണിലും ഇതേപോലെ ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം പോലുള്ള മൂലകങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഇവിടെ രണ്ട് വെയ്റ്റിന്, പെർസെൻറ്റേജ് ഓഫ് ദി വെയ്റ്റ് പറഞ്ഞേക്കാണ്. എർത്ത് ക്രസ്റ്റിൽ ഇത്രയുണ്ട്, ഹ്യൂമൻ ബോഡിയിൽ ഇത്രയുണ്ട്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ചിലതൊക്കെ സിമിലറായിട്ടും ചിലതിലൊക്കെ ഇച്ചിരി ഏറ്റക്കുറച്ചിലൊക്കെ വരുന്ന രീതിയിലാണ് ഈ എലിമെൻസിൻ്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, നോൺ ലിവിങ് സബ്സ്റ്റൻസിലും ലിവിങ് സബ്സ്റ്റൻസിലും ഏകദേശം ഒരുപോലുള്ള മൂലകങ്ങളാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഇൻ അബ്സല്യൂട്ട്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ലിസ്റ്റ്? ഈ ലിസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഇൻ അബ്സല്യൂട്ട് ടേംസ്, സോ നോ സച്ച് ഡിഫറൻസസ് കുഡ് ബി മെയ്ഡ് ഔട്ട്. All the elements present in the sample of the earth crust are also present in the sample of living tissue. നമ്മൾ ഈ ലിസ്റ്റ് നോക്കിയാൽ എല്ലാ എലിമെൻസും തന്നെ ലിവിങ് സിസ്റ്റത്തിലും ഉണ്ട്, നോൺ ലിവിങ് സിസ്റ്റത്തിലും നമുക്ക് കാണാൻ കഴിയും. സെയിം ആണ്, ഏകദേശം സെയിം ആണ്, അല്ലേ? However, a closer examination reveals that the relative abundance of carbon and hydrogen with respect to other elements is higher in any living organism than in earth crust. നമ്മൾ കാർബൺ, ഹൈഡ്രജൻ്റെ ഒക്കെ അളവ് നോക്കുമ്പോഴാണ് ഇത്തിരി കൂടുതൽ എവിടെയാണ് കാണുന്നത്? ലിവിങ് സിസ്റ്റത്തിലാണ്, ദാൻ ദ നോൺ ലിവിങ് സിസ്റ്റം. ബാക്കിയൊക്കെ ഏകദേശമൊക്കെ സിമിലർ ആയിട്ടാണ് വരുന്നത്, അല്ലേ? അപ്പം ഒരു
ക്ലോസ് എക്സാമിനേഷൻ ചെയ്യുമ്പം കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും പോലുള്ള എലിമെൻറ്റുകളുടെയൊക്കെ അളവിൽ കൂടുതൽ നമുക്ക് ലിവിങ് സിസ്റ്റത്തിൽ കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഹൗ ടു അനലൈസ് ദ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസത്തിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെന്നാണ് അടുത്ത് പഠിക്കുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ടേക്ക് എനി ലിവിങ് ടിഷ്യൂ, ഒരു ലിവിങ് ടിഷ്യൂ എടുക്കുക. അതൊന്നുകിൽ ഒരു പീസ് ഓഫ് വെജിറ്റബിളോ അല്ലെങ്കിൽ എ പീസ് ഓഫ് ലിവർ. ലിവർ നമുക്കറിയാം, കരൾ ഇല്ലേ, ആനിമൽ ബോഡിയുടെ പാർട്ടാണ് ലിവർ. ഏതെങ്കിലും ഒരു ജീവിയുടെ ലിവർ, ഒരു കഷ്ണം ലിവറും എടുക്കുക. എന്നിട്ട് ഗ്രൈൻഡ് ഇറ്റ് ഇൻ ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. ട്രൈക്ലോറോ അസറ്റിക് ആസിഡിലിട്ട് അരയ്ക്കുക. യൂസിങ് എ മോർട്ടാർ ആൻഡ് എ പെസ്റ്റൽ. അതായത് നമ്മളിത് കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ, നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഈ ഇടികല്ല് പോലുള്ള സാധനങ്ങൾ, ചെറിയ എന്തെങ്കിലും ചമ്മന്തിയൊക്കെ ഇടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനം, ഇതേപോലുള്ള ഒരു സാധനം നമ്മൾ ലാബുകളിലൊക്കെ ഉണ്ട്, ഇതേപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തിന് പറയുന്ന മോർട്ടാർ എന്നാണ്, ഇതിന് പെസ്റ്റിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ മോട്ടറും പെസ്റ്റിലും വെച്ചിട്ടാണ് നമ്മൾ ഈ വെജിറ്റബിളോ അല്ലെങ്കിൽ ഈ ലിവറിൻ്റെ കഷ്ണമോ വെവ്വേറെ, അതായത് രണ്ടും കൂടെ ഒന്നിച്ചല്ല, ഏതെങ്കിലും ഒരു പീസ്, ഏതെങ്കിലും ഒരു ക്യാരറ്റിൻ്റെ കഷ്ണം ഇട്ടിട്ട് ഈ ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് വെച്ച് ഒഴിച്ചിട്ട് അതിനെ ഗ്രൈൻഡ് ചെയ്യുക. ഒബ്റ്റെയിൻ എ തിക്ക് സ്ലറി, ഒരു അരച്ചൊരു പേസ്റ്റ് രൂപത്തിലാക്കി വെക്കുക. സ്ലറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഴമ്പൻ രൂപത്തിൽ ആക്കി വെക്കുക. ദെൻ സ്ട്രെയിൻ ദ സ്ലറി ത്രൂ എ ചീസ് ക്ലോത്ത് ഓർ എ കോട്ടൺ. ഒരു കോട്ടൺ കഷ്ണം വെച്ച് ഒരു ഫ്ലാസ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫണൽ ഉപയോഗിച്ച് ഇവിടെ ഒരു കോട്ടൺ പീസ് ഉപയോഗിക്കും അരിക്കാൻ വേണ്ടി. അരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ സാധാരണ തേങ്ങാപ്പാലൊക്കെ അരിക്കാൻ നമ്മൾ തുണിക്കകത്തിട്ട് അരിക്കത്തില്ലേ, അതേപോലെ ഒരു ചെറിയ കോട്ടൺ പീസ് അല്ലെങ്കിൽ ചീസ് ക്ലോത്ത് എന്ന് പറയും. അത് നല്ല മൽമൽ തുണി, അതിനെയാണ് കോട്ടൺ ചീസ് ക്ലോത്ത് എന്ന് പറയുന്നത്. അതുപോലുള്ള കട്ടിയില്ലാത്ത കോട്ടൺ തുണി കൊണ്ട് നമ്മൾ അതിനെ അരിച്ചു മാറ്റുന്നു. ആ അരച്ച് വെച്ച സാധനം നമ്മൾ അരിച്ചെടുക്കുന്നു. അങ്ങനെ അരിച്ചെടുക്കുമ്പോൾ വി ഗെറ്റ് 2 ഫ്രാക്ഷൻസ്. നമുക്ക് അരിച്ച് വരുന്ന ഒരു ഫ്ലൂയിഡും കാണും, മേളിൽ കെട്ടിക്കിടക്കുന്ന ഒരു ഭാഗവും കാണും അല്ലേ. വൺ ഈസ് കോൾഡ് ദ ഫിൽട്രേറ്റ് ഓർ ദ ആസിഡ് സോലുബിൾ പൂൾ. അതായത് ഇതിൻ്റെ അകത്തോട് അരിച്ച് വരുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഫിൽട്രേറ്റ് അല്ലെങ്കിൽ ആസിഡ് സോലുബിൾ പൂൾ എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് ദ റെറ്റൻഡേറ്റ് ഓർ ദ ആസിഡ് ഇൻസോലുബിൾ ഫ്രാക്ഷൻ. നമ്മൾ ഊറ്റിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഈ തുണിക്കുള്ളിൽ കുറച്ച് ഭാഗം അവിടെ അടിഞ്ഞു കിടക്കും അല്ലേ. ആ അരിക്കാതെ അവിടെ കിടക്കുന്ന സാധനങ്ങളെ വിളിക്കുന്ന പേരാണ് റെറ്റൻഡേറ്റ് എന്നോ അല്ലെങ്കിൽ ആസിഡ് ഇൻസോലുബിൾ ഫ്രാക്ഷൻ. അതായത് ആസിഡ് ലയിക്കാത്ത ഫ്രാഗ്മെൻറ്റ്സ് ആണ് ഇവിടെ കിടക്കുന്നത്. അതിനെയാണ് ആസിഡ് ഇൻസോലുബിൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിലേക്ക് ഊറി വന്ന സാധനത്തിനെ നമ്മൾ ആസിഡ് സോലുബിൾ പൂൾ അല്ലെങ്കിൽ ആസിഡ് സോലുബിൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. Thousands of organic compounds are present in the acid soluble pool known as biomolecules. നമ്മളിങ്ങനെ അരിച്ചെടുത്ത ഈ വെള്ളം നമ്മളെടുത്ത് നോക്കിയാൽ അതിൽ എന്ത് കാണുമെന്നാണ് പറയുന്നത്, ധാരാളം ആയിരക്കണക്കിന് ബയോമോളിക്യൂൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. The biomolecules which are insoluble in acid have very high molecular weight are called as biomacromolecules. ഇതിൽ അലിയാത്ത സാധനങ്ങളെയാണ് നമ്മൾ ബയോമാക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതായത് അത് അലിയാതെ ഇവിടെ കിടക്കുന്ന സാധനങ്ങളെയാണ് ബയോമാക്രോ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഈ ഊറി വന്നതിനെ നമ്മൾ മൈക്രോ മോളിക്യൂൾസ് എന്നും പറയും. ലിവിങ് ഓർഗാനിസംസ് ഓൾസോ ഗോട്ട് ഇനോർഗാനിക് എലിമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ഇൻ ദം. ഹൗ ഡു വി നോ ദിസ്? അതായത് നമുക്കറിയാം ലിവിങ് ഓർഗാനിസത്തിൽ ഉള്ള കോമ്പൗണ്ട്സിനെ കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനോർഗാനിക് ആയിട്ടുള്ള എലിമെൻറ്റുകളും ലിവിങ് ഓർഗാനിസത്തിലും ഉണ്ട്. അതെങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ അറിയും എന്നുള്ളതാണ് പഠിക്കുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, weigh a small amount of living tissues, say a leaf or a liver, and this is called wet weight and dry it. അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ വെജിറ്റബിളോ അല്ലെങ്കിൽ ഒരു ലീഫോ അല്ലെങ്കിൽ ഒരു ലിവറിൻ്റെ കഷ്ണമോ ഒക്കെ അതിൻ്റെ അകത്ത് ഇനോർഗാനിക് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ എടുത്ത് ഉണക്കും, ഡ്രൈ ആക്കുന്നു.
all the water evaporates and the remaining material gives the dry weight. ആദ്യം നമ്മൾ ഇതിനെ തൂക്കി നോക്കുമ്പോൾ ഇത് ഫ്രഷായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ തൂക്കി നോക്കുമ്പോൾ അതിനെ നമ്മളിപ്പോൾ ആ വെയിറ്റിന് പറയുന്ന പേരാണ് വെറ്റ് വെയിറ്റ് എന്ന് പറയും അല്ലേ. വെറ്റ് വെയിറ്റ് ഈർപ്പം ഉള്ളപ്പോൾ ഉള്ള വെയിറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ ഒന്നുകിൽ വെജിറ്റബിളോ അല്ലെങ്കിൽ ഒരു ലീഫോ എടുത്ത് ഉണക്കുന്നു. അതുപോലെ ഈ ലിവർ ആയാലും എടുത്ത് നമ്മൾ ഉണക്കുന്നു. ഉണക്കിയിട്ട് അവരുടെ വെയിറ്റ് എടുത്ത് നോക്കുമ്പോൾ ആ വെയിറ്റിന് പറയുന്നതാണ് ഡ്രൈ വെയിറ്റ് എന്ന് പറയും. All the water evaporates, the remaining material gives a dry weight. ആ ഡ്രൈ വെയിറ്റ് നമ്മൾ നോക്കുന്നു. ഇനി എന്താ ചെയ്യുന്നത്? നൗ ദ ടിഷ്യൂ ഈസ് ഫുള്ളി ബേൺഡ്. നമ്മളെടുത്ത ഇലയോ അല്ലെങ്കിൽ ലിവറിൻ്റെ ടിഷ്യൂവോ എടുത്ത് നമ്മൾ കത്തിക്കുന്നു. ഡ്യൂറിങ് ദ ബേണിംഗ് ഓഫ് ഡ്രൈഡ് ടിഷ്യൂ all the carbon compounds are oxidized to gaseous form and are removed. നമ്മൾ അത് കത്തിക്കുമ്പോൾ നമുക്കറിയാലോ, ഇല കത്തിക്കുമ്പോൾ അതിലുള്ള കാർബൺ ഡയോക്സൈഡ് എല്ലാം പുറത്തേക്ക് പോകാറുണ്ട് അല്ലേ. കാർബൺ കോമ്പൗണ്ട്സ് എല്ലാം ഓക്സിഡൈസ് ചെയ്തു പോകും. അതുപോലെ ലിവർ പീസ് ആണെങ്കിലും നമ്മളെടുത്ത് കത്തിച്ചാൽ അത് പുകഞ്ഞ് കുറേ അതിൻ്റെ കാർബൺ കോമ്പൗണ്ട്സ് എല്ലാം പുകഞ്ഞ് പുറത്തു പോകും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ദ റിമൈനിങ് ഈസ് കോൾഡ് ആഷ്. ഇപ്പോൾ ഇത് രണ്ട് കരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ആഷ് കിട്ടും, അല്ലെങ്കിൽ ചാരം നമുക്ക് കിട്ടും. ഈ ചാരം അനലൈസ് ചെയ്താൽ അല്ലേ, ദ ആഷ് കണ്ടെയ്ൻ ഇനോർഗാനിക് എലിമെൻറ്റ്സ് ലൈക്ക് കാൽസ്യം, മഗ്നീഷ്യം എക്സെട്ര. ഈ ചാരം നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലുള്ള പല ഇനോർഗാനിക് കോമ്പൗണ്ടുകൾ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഇനോർഗാനിക് എലിമെൻറ്റ്സ് ആയിട്ട് ഈ ലിവിങ് സിസ്റ്റത്തിൽ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അതിനെ അരിച്ചെടുത്താലാണ് മനസ്സിലാവുന്നത്. പക്ഷേ നമ്മൾ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് അറിയണമെങ്കിൽ അതിനെ ഉണക്കി പൊടിച്ച് നോക്കുക. ആ പൊടിഞ്ഞ ചാരത്തിൽ നിന്ന്, ഉണങ്ങി കത്തിച്ച ചാരത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഇതേപോലുള്ള ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ഉള്ളതായിട്ട് കാണാൻ കഴിയും. ഇനി നമുക്ക് മൈക്രോ മോളിക്യൂൾസും ബയോ മാക്രോ മോളിക്യൂൾസും എന്താണെന്ന് നോക്കാം. ആദ്യം മൈക്രോ മോളിക്യൂൾസ്. There is one feature common to all those compounds found in the acid soluble pool. നമ്മളിവിടെ അരിച്ചു മാറ്റിയ ആ ഫിൽട്രേറ്റിൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. They have molecular weight ranging from 18 to around 800 daltons approximately. നമ്മൾ ഇവിടെ അരിച്ചെടുത്ത ആ ഫ്ലൂയിഡിൽ, അതായത് ഫിൽട്രേറ്റ് അല്ലെങ്കിൽ ആസിഡ് സോലുബിൾ പൂളിൽ, ഇതിൻ്റെ അകത്തുള്ള അരിച്ചു വന്ന അലിഞ്ഞു വന്ന ഈ ഫ്ലൂയിഡിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ വന്ന മോളിക്യൂൾസ് എല്ലാം തന്നെ ദേ ഹാവ് ദ മോളിക്കുലാർ വെയ്റ്റ് റേഞ്ചിങ് ഫ്രം 18 to 800 ഡാൾട്ടൺ. അതായത് 1000 താഴെയായിരിക്കും ഇതിൻ്റെ മോളിക്കുലാർ വെയ്റ്റ്. അതായത് 18 തൊട്ട് 800 ഡാൾട്ടൺ, അതായത് മോളിക്കുലാർ വെയ്റ്റിൻ്റെ യൂണിറ്റാണ് ഡാൾട്ടൺസ് എന്ന് പറയുന്നത്. അപ്പോൾ 18 തൊട്ട് 800 വരെയുള്ള ഡാൾട്ടൺ വെയ്റ്റുള്ള മോളിക്യൂൾസാണ് ഇതിലെ അലിഞ്ഞ് താഴേക്ക് വന്നത് അല്ലേ, അലിഞ്ഞ് അരിച്ചു വന്നത്. അപ്പം അതാണ് അവരുടെ ഒരു പ്രത്യേകത. Those molecules which have molecular weight less than 1000 Dalton are referred to as micromolecule or simply biomolecules. നമ്മളിവിടെ പറഞ്ഞിരുന്ന ഈ ഫിൽട്രേറ്റിൻ്റെ അകത്ത് ഒഴുകി വന്ന സാധനത്തിന് 8 തൊട്ട് 800 വരെ ഡാൾട്ടൺ വരെ മോളിക്കുലാർ വെയിറ്റ് കാണത്തുള്ളൂ. അങ്ങനെ മോളിക്കുലാർ വെയിറ്റ് ഏകദേശം 1000-ന് താഴെയാണെങ്കിൽ ആ മോളിക്യൂൾസിനെയാണ് നമ്മൾ വിളിക്കുന്നത് മൈക്രോ മോളിക്യൂൾസ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ കോമൺ ആയിട്ട് അല്ലെ സിമ്പിളായിട്ട് വിളിക്കുന്നത് ബയോ മോളിക്യൂൾസ് എന്നാണ്. ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ബയോ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ മോളിക്കുലാർ വെയിറ്റ് ഉള്ള, അതായത് 1000-ന് താഴെ മോളിക്കുലാർ വെയിറ്റ് ഉള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ മൈക്രോ മോളിക്യൂൾസ് അല്ലെങ്കിൽ ബയോ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബയോ മാക്രോ മോളിക്യൂൾസിനെ കുറിച്ചാണ് പറയുന്നത്. ദ ആസിഡ് ഇൻസോളിബിൾ ഫ്രാക്ഷൻ ഹാസ് ഓൺലി 4 ടൈപ്സ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതായത് നമ്മളിവിടെ ഊറ്റിയെടുത്തപ്പോൾ ഈ ക്ലോത്തിനുള്ളിൽ അടിഞ്ഞുകൂടിയ ഡെബ്രിസ് അല്ലേ, ഈ അവശിഷ്ടം, അതിൻ്റെ അകത്ത് അതിനെയാണ് നമ്മൾ ആസിഡ് ഇൻസോളിബിൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലും കാണപ്പെടുന്ന 4 തരം കോമ്പൗണ്ടുകളാണ് പ്രോട്ടീനുകൾ, ന്യൂക്ലിക് ആസിഡുകൾ, പോളിസാക്കറൈഡ്സ് ആൻഡ് ലിപ്പിഡ്സ്. അപ്പോൾ ഇത് ഓർത്തോണം, ഈ മോളിക്യൂൾസ് എല്ലാം തന്നെ എന്താണ്? മാക്രോ മോളിക്യൂളാണ്. വലിയ മോളിക്യൂൾസ് ആണ്. അവരുടെ മോളിക്കുലാർ വെയിറ്റ് 1000-ന് മേലിലായിരിക്കും അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, പോളിസാക്കറൈഡ്സ് ആൻഡ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലുള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ മാക്രോ
ബയോമാക്രോമോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. The biomolecules which are insoluble in acids and have higher molecular weight are called biomacromolecules. വലിയ മോളിക്യൂൾസിനെയാണ് നമ്മൾ ബയോമാക്രോമോളിക്യൂൾസ്. They have molecular weight above 10,000 Dalton except lipids. 10,000 ഡാൽട്ടന് മുകളിലാണെങ്കിലാണ് ആ മോളിക്യൂൾസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ബയോമാക്രോമോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. They have molecular weight above 10,000 Dalton. അത് ശ്രദ്ധിക്കണം. മറ്റേത് 1000-ൽ താഴെയായിരുന്നു അല്ലേ? ഇവിടെ വരുമ്പോൾ ബയോമാക്രോമോളിക്യൂൾസ് എപ്പോഴും 10,000 ഡാൾട്ടന് മുകളിലുള്ളവരെയാണ്. എക്സെപ്റ്റ് ദ ലിപ്പിഡ്സ്. പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്, പോളിസാക്കറൈഡ്സ് ഉണ്ട്. അതോടൊപ്പം നമ്മൾ ലിപ്പിഡ് എന്നും മാക്രോമോളിക്യൂളിൽ പറഞ്ഞു. പക്ഷെ ലിപ്പിഡ്സ് ഒരു എക്സെപ്ഷൻ കേസാണ്. അത് നമുക്ക് അടുത്ത ഭാഗത്ത് വിശദീകരിക്കാം എന്താണ്. അപ്പോൾ മാക്രോമോളിക്യൂൾസ് ആർ the molecules which have molecular weight above 10,000 Dalton. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മളോട് ഈ ബയോമോളിക്യൂൾസിനെയും ബയോമാക്രോമോളിക്യൂൾസിനെയും കുറിച്ചുള്ള ഡിഫറൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ഇതാണ് പറയേണ്ടത്. അതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. അപ്പം ലെസ് ദാൻ 1000 ആണെങ്കിൽ ബയോമോളിക്യൂൾസ് അല്ലെങ്കിൽ ബയോമൈക്രോമോളിക്യൂൾസ് എന്നും, 10,000-ന് മുകളിലാണെങ്കിൽ നമ്മൾ മാക്രോമോളിക്യൂൾ എന്നും പറയും. ഇനി എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം? ദ മോളിക്കുലാർ വെയിറ്റ് ഓഫ് ലിപ്പിഡ്സ് ആർ ബിലോ 800. ഓക്കെ, ലിപ്പിഡ്സ് ഏകദേശം 800-ന് താഴെയാണ്. പക്ഷേ നമ്മൾ മാക്രോമോളിക്യൂൾ എന്നാണ് പറഞ്ഞത്. ബട്ട് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ബയോമാക്രോമോളിക്യൂൾ. എന്തുകൊണ്ട്? വൈ എന്നാണ് ചോദിച്ചത്. ദ മോളിക്കുലാർ വെയിറ്റ് ഓഫ് ലിപ്പിഡ്സ് ആർ ബിലോ 800 ഡാൾട്ടൺ ബട്ട് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ബയോമാക്രോമോളിക്യൂൾസ്. വൈ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലിപ്പിഡ്സ് ആർ സ്മോളർ മോളിക്കുലാർ വെയിറ്റ് കോമ്പൗണ്ട്സ്. ലിപ്പിഡ്സ് എന്ന് പറയുന്നത് തീരെ മോളിക്കുലാർ വെയിറ്റ് കുറഞ്ഞ കോമ്പൗണ്ടാണ്. പക്ഷേ ഇറ്റ് ഈസ് പ്രസൻറ്റ് ആസ് സച്ച് ഇൻ ദ സെൽ ആൻഡ് ഈസ് ഓൾസോ ദ ചീഫ് കമ്പോണൻറ്റ് ഓഫ് സെൽ മെംബ്രെയിൻ ആൻഡ് സെൽ ഓർഗൻ. സെൽ ഓർഗനലിലും സെൽ മെംബ്രെയിനിലും ഒക്കെ മെംബ്രെയിൻസിലൊക്കെയാണ് ഈ ലിപ്പിഡ് അതേപോലെയാണ് കാണുന്നത്. അങ്ങനെ കാണുന്നത് കൊണ്ട് വൈൽ വി ഗ്രൈൻഡ് എ ടിഷ്യൂ, ഏതെങ്കിലും ഒരു ടിഷ്യൂ, നമ്മളിപ്പോൾ ലിവറിൻ്റെ കാര്യവും ലീഫിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ദ സെൽ മെംബ്രെയിൻ ആൻഡ് ദ അതർ മെംബ്രെയിൻസ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു പീസസ് ആൻഡ് ഫോം വെസിക്കിൾസ് വിച്ച് ആർ ഇൻസോലുബിൾ ഇൻ ആസിഡ്സ്. ചെറിയ കഷ്ണങ്ങളായിട്ട് മാത്രമേ കിടക്കത്തുള്ളൂ. നമ്മളത് അരച്ചാലും അല്ലെ ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്താലും അത് കംപ്ലീറ്റ്ലി അരയുന്നില്ല അല്ലേ, അല്ലെങ്കിൽ അത് അലിഞ്ഞു ചേരുന്നില്ല. അതേപോലെ തന്നെ കിടക്കുന്നത് കൊണ്ടാണ്, ഇത് ആസിഡ് ലയിക്കാതെ കിടക്കുന്നതുകൊണ്ടാണ് അത് നമ്മൾ ഊറ്റിയെടുക്കുമ്പോൾ ഇത് ലിപ്പിഡ്സ് മേളിൽ വരുന്നത്. ഈവൻ അതിന് എത്രയേ ഉള്ളൂ അതിൻ്റെ വെയിറ്റ് എന്ന് ചോദിച്ചാൽ 800 ഉള്ളൂ എങ്കിലും ബിലോ 800 ആണെങ്കിൽ പോലും ഇത് അരിച്ചു മാറ്റുന്നില്ല. ഇതിവിടെ അത് ബ്രോക്കൺ ഇൻടു പീസസ് മാത്രമാണ്, അലിഞ്ഞു ചേരുന്നില്ല. പീസസ് ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ് അവിടെ അരിക്കുമ്പോൾ വരാത്തത്. അത് ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാം. These vesicles get separated along with the acid insoluble pool and hence included in the macromolecule fraction. അപ്പം ഇവിടെ മാത്രമേ അത് കിടക്കത്തുള്ളൂ. ഇത് മോളിക്യൂൾസ് പീസസ് ആയിട്ട് വെസിക്കിൾസ് ആയിട്ട് തന്നെ തരിതരിയായിട്ട് മാത്രം കിടക്കുന്നതുകൊണ്ടാണ് ഇത് താഴേക്ക് വരാതെ ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ലിപ്പിഡ്സ് ആർ നോട്ട് സ്ട്രിക്ട്ലി മാക്രോ. നമ്മൾ ലിപ്പിഡ്സ് സ്ട്രിക്റ്റ് ആയിട്ട് മാക്രോമോളിക്യൂൾ ആണെന്ന് പറയുന്നില്ല. പക്ഷെ അത് ഈ അരിക്കുമ്പോൾ മേളിൽ കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ മാക്രോമോളിക്യൂൾ എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് മാക്രോമോളിക്യൂൾ അല്ല. പിന്നെ ദ ആസിഡ് soluble pool represent roughly the cytoplasmic composition. ഒരു സെല്ലിൻ്റെ സൈറ്റോപ്ലാസ്മിക് കോമ്പോസിഷനിലുള്ള കാര്യങ്ങളാണ് എപ്പോഴും ആസിഡ് സോലുബിൾ മെറ്റീരിയൽ എന്ന് പറയുന്നത്. The macromolecules from cytoplasm and cell organelles become the acid insoluble fraction. സൈറ്റോപ്ലാസത്തിൻ്റെ അകത്തുള്ള സെൽ ഓർഗനൽസും ഒക്കെ എന്ത് ചെയ്യുന്നു, മാക്രോമോളിക്യൂൾസ് എല്ലാമാണ് മേളിൽ ഇവിടെ വരുന്നത്. സെല്ലിൻ്റെ അകത്തുള്ള മാക്രോമോളിക്യൂളുകളും സെൽ ഓർഗനൽസിൻ്റെ അകത്തെ മാക്രോമോളിക്യൂൾസൊക്കെയാണ് ഈ അരിപ്പയിൽ മുകളിൽ കിടക്കുന്നത്. ടുഗദർ ദേ റെപ്രസെൻറ്റ് ദ എൻറ്റയർ കെമിക്കൽ കമ്പോണൻസ് ഓഫ് ദ ടോട്ടൽ കോമ്പോസിഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഓർ ലിവിങ് ടിഷ്യൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ എടുക്കുമ്പോഴാണ് മാക്രോമോളിക്യൂൾസും ഉണ്ട് മൈക്രോമോളിക്യൂൾസും കൂടി ചേർന്നതാണ് ഒരു ലിവിങ് ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ലിവിങ് സെല്ലിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ആസിഡിൽ ലയിക്കുന്ന സാധനങ്ങളും ഉണ്ട്, ആസിഡിൽ ലയിക്കാത്ത സാധനങ്ങളും ഉണ്ടെന്നാണ് ടോട്ടലി നമ്മൾ പറയുന്നത്. വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് കെമിക്കൽ ഇൻ ദ ലിവിങ് ഓർഗാനിസം.
അടുത്ത ഭാഗമാണ്. നമുക്ക് ഒരു ജീവിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കെമിക്കൽ ഏതാണ്? If we represent the chemical composition of the living tissues from the abundance point of view and arrange them class-wise, we observe that water is the most abundant chemical in the living organs. നമ്മളൊരു ലിസ്റ്റ് എടുത്ത് മേളിൽ നിന്ന് താഴോട്ട് അതിൻ്റെ എത്രത്തോളം കൂടുതലുണ്ടെന്നനുസരിച്ച് നമ്മളൊരു ചാർട്ട് ഉണ്ടാക്കിയാൽ അപ്പം ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആരാണ്? വാട്ടറാണ്. ഇത് ഈ ചാർട്ടിൽ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ സെല്ലുലാർ മാസ് എന്ന് പറയുന്നത് 70 തൊട്ട് 90 വരെയും വെള്ളമാണ്. അത് കഴിഞ്ഞ് 10 തൊട്ട് 15% പ്രോട്ടീനാണ്, 3% കാർബോഹൈഡ്രേറ്റ് ആണ്, ലിപ്പിഡ്സ് 2%, ന്യൂക്ലിക് ആസിഡ് 5 to 7 വരെ, പിന്നെ പലതരം അയോണുകൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ അബണ്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ ഏതെന്ന് ചോദിച്ചാൽ വാട്ടറാണ്. ഏറ്റവും കൂടുതൽ 70 തൊട്ട് 90% വരെയും കൂടുതൽ കാണുന്ന കെമിക്കൽ എന്ന് പറയുന്നത് വാട്ടറാണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. നമ്മൾ മെറ്റബോളൈറ്റ്സ് എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് മെറ്റബോളിസത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലേ? മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ദ സം ടോട്ടൽ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ആൻ ഓർഗാനിസം. ഒരു ജീവിയുടെ നടക്കുന്ന മൊത്തം കെമിക്കൽ റിയാക്ഷനുകളെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റബോളിസത്തിൽ നമുക്കറിയാം ബ്രേക്ക് ഡൗൺ പ്രോസസ്സും ഉണ്ട്, സിന്തസൈസിങ് പ്രോസസ്സുകളും ഉണ്ട് അല്ലേ? മെറ്റബോളിസം ഈസ് കൺസിസ്റ്റ് ഓഫ് ടു പ്രോസസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കാറ്റബോളിസം ആൻഡ് ആനബോളിസം എന്ന് പറയും. കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ശിഥിലീകരണ പ്രോസസ്സ് അല്ലേ? ബ്രേക്ക് ഡൗൺ പ്രോസസ്സിനെയാണ് കാറ്റബോളിസം. അതേസമയം ആനബോളിസം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം സിന്തസൈസിങ് പ്രോസസ്സിനെയാണ് നമ്മൾ ആനബോളിസം. അപ്പോൾ ഈ കാറ്റബോളിക് റിയാക്ഷനുകളും ആനബോളിക് റിയാക്ഷനുകളും രണ്ടും നടക്കുന്നത് കൊണ്ടാണ് ഒരു ലിവിങ് സിസ്റ്റം നല്ലവണ്ണം പോകുന്നത്, നല്ലതായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റബോളിസത്തിനെ സഹായിക്കുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ പ്രൈമറി മെറ്റബോളൈറ്റുകളെന്നും സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്നും പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവ നേരിട്ട് ആ ജീവിയുടെ മെറ്റബോളിസത്തിനെ സഹായിക്കുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ പ്രൈമറി മെറ്റബോളൈറ്റുകളെന്ന് വിളിക്കുന്നത്. Biomolecules which occur in living cells are called metabolites. They are classified into രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണത്? പ്രൈമറി മെറ്റബോളൈറ്റ് എന്നും സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്നും പറയും. അതിൽ എന്തൊക്കെയാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സിൽ വരുന്നത്? അതായത് അതിൻ്റെ മെറ്റബോളിസത്തിൽ ഡയറക്റ്റ് പ്രവർത്തനം അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ പ്രൈമറി മെറ്റബോളൈറ്റ്സ്. ബയോമോളിക്യൂൾസ് വിച്ച് ഇൻവോൾവ് ഡയറക്ട്ലി ഇൻ ദ നോർമൽ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ വളർച്ചയെയും ഡെവലപ്മെൻറ്റിനെയും അതുപോലെ തന്നെ റീപ്രൊഡക്ഷനെയും ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ബയോമോളിക്യൂളുകളെയാണ് നമ്മൾ പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്ന മെറ്റബോളൈറ്റ്സ് ലൈക്ക് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്സ്, ലിപ്പിഡ്സ്, ഇതെല്ലാം ഡയറക്റ്റ്ലി ഒരു ജീവിയുടെ ശരീരത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ അല്ലെ അതിൻ്റെ വളർച്ചയെ ഒക്കെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള മെറ്റബോളൈറ്റുകളെ പറയുന്നതാണ് പ്രൈമറി മെറ്റബോളൈറ്റ്. പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കുക എന്താണ് പ്രൈമറി. അപ്പോൾ ഡയറക്റ്റ്ലി ദ മെറ്റബോളൈറ്റ്സ് അല്ലെങ്കിൽ ദ ബയോമോളിക്യൂൾസ് വിച്ച് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയാം. അപ്പോൾ അതിന് ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗേഴ്സ്, പ്രോട്ടീൻസ് അല്ലെങ്കിൽ അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ ലിപ്പിഡ്സ്, അങ്ങനെയുള്ള കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള സാധനം. ന്യൂക്ലിക് ആസിഡുകൾ നമ്മൾ പ്യൂരീൻസ്, പെരമിഡീൻസ് എന്നൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ അങ്ങനെയുള്ള മെറ്റബോളൈറ്റുകളെ എല്ലാം തന്നെ നമ്മൾ പ്രൈമറി എന്ന് വിളിക്കാറുണ്ട്. പിന്നെ രണ്ടാമതാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയും. അപ്പം സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് വിച്ച് ആർ നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഓർഗാനിസം. അത് ഡയറക്റ്റ് ഇതിന് പ്രവർത്തനങ്ങളൊന്നുമില്ല, പക്ഷേ ഇത് കുറേ മോളിക്യൂൾസിനെ അത് പ്രൊഡ്യൂസ് ചെയ്യും. കൂടുതൽ നമുക്ക് അത് പ്ലാന്റ്സിലാണ് കാണുന്നത്. ഇൻ പ്ലാന്റ്സ്, ഫംഗസ്, മൈക്രോബിയൽ സെൽസ്, ഇൻ അഡീഷൻ ടു ദിസ് പ്രൈമറി മെറ്റബോളൈറ്റ്സ്. അതായത് പ്രൈമറി മെറ്റബോളൈറ്റിനോടൊപ്പം
വേറെ ചില അഡീഷണൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദേ പൊസസ് ദ സബ്സ്റ്റൻസ് ലൈക്ക് ആൽക്കലോയിഡ്സ്, ഫ്ലേവനോയിഡ്സ്, റബ്ബർ, essential oils, antibiotics, colored pigments, scents, gums, spices, etc. And these substances are called as secondary metabolites. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റുകളുടെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, പ്ലാന്റുകളിൽ പലതരം ആൽക്കലോയിഡുകൾ, ഫ്ലേവനോയിഡ്സ്, നമുക്കറിയാം നല്ല മണമുള്ള കോമ്പൗണ്ട്, ആരോമാറ്റിക് കോമ്പൗണ്ടുകളൊക്കെ ചില സസ്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അതുപോലെ സ്പൈസസുകൾ, പലതരം നമുക്ക് സുഗന്ധ വ്യഞ്ജനങ്ങൾ, പിന്നെ സെൻറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നവരുണ്ട്, പിഗ്മെൻറ്റ്സ്, പലതരം പിഗ്മെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെടികൾ, ആൻറ്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെടികൾ, അതുപോലെ എസെൻഷ്യൽ ഓയിൽസ്. ആൻറ്റിബയോട്ടിക്സ് സാധാരണ മൈക്രോബ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്ലാന്റ്സ് അല്ല, മൈക്രോബ്സ് ആണ്. പലതരം മൈക്രോബ്സ് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്ക് മൈക്രോബ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കാം. അതുപോലെ നിങ്ങൾക്കറിയാം റബ്ബർ ചെടി അല്ലേ, റബ്ബറിൽ നിന്ന് റബ്ബർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ അല്ലെ ലാറ്റക്സ്, കറ, അതിൻ്റെ കറ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ചില സസ്യങ്ങളിൽ ഗംസ് ഉണ്ടാകാറുണ്ട് അല്ലേ, ഗമ്മുകൾ, പശ പോലുള്ള വസ്തുക്കൾ, നമുക്കറിയില്ല കായം പോലുള്ള വസ്തുക്കൾ അല്ലേ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് പക്ഷേ ഡയറക്റ്റായിട്ട് ആ ചെടിക്ക് അതിൻ്റെ വളർച്ചയോ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെയോ ഒന്നും ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നില്ലെങ്കിലും അത് ഇൻഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് അല്ലേ. നമുക്കറിയാലോ സെൻറ്റും ഈ പിന്നെ പിഗ്മെൻറ്റ്സും അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂടുതൽ അതിൻ്റെ പോളിനേറ്റേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി അത് സഹായിക്കുന്ന മെറ്റബോളൈറ്റുകളെയാണ് നമ്മൾ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദീ സബ്സ്റ്റൻസസ് ആർ കോൾഡ് ആസ് സെക്കൻഡറി മെറ്റബോളൈറ്റ്. അപ്പോൾ നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൈമറി മെറ്റബോളൈറ്റിനും സെക്കൻഡറി മെറ്റബോളൈറ്റിൻ്റെയും ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അപ്പം പ്രൈമറി മെറ്റബോളൈറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് അതിൻ്റെ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന കോമ്പൗണ്ടുകളെയാണ് അല്ലെ മോളിക്യൂൾസിനെയാണ് നമ്മൾ പ്രൈമറി എന്ന് പറയുന്നത്. സെക്കൻഡറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഓർഗാൻസ് എന്ന് ചോദിക്കും. പിന്നെ നമ്മളോട് കുറേ എക്സാമ്പിൾസ് എഴുതാനാണ് പലപ്പോഴും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഈ എക്സാമ്പിൾസ് എല്ലാം ഇടകലർത്തി തന്നിട്ട് നിങ്ങളോട് പ്രൈമറി സെക്കൻഡറി വേർതിരിച്ചെഴുതാൻ ചോദിക്കും. അപ്പം എല്ലാം നമ്മൾ ഈ കോമ്പൗണ്ട്സ് എല്ലാം ഓർത്തിരിക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആൽക്കലോയിഡ്സ്, ഫ്ലേവനോയിഡ്സ്, റബ്ബർ, അങ്ങനെയുള്ള സാധനം, കളർ, സെൻറ്റ്, ഗമ്മ, സ്പൈസസ്, ഇതെല്ലാം സെക്കൻഡറി ആണെന്ന് ഓർത്തിരിക്കുക. ഡയറക്റ്റായിട്ട് പ്രവർത്തിക്കുന്ന സാധനങ്ങളാണ് പ്രൈമറി. കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗേഴ്സ്, അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ്, പിന്നെ ന്യൂക്ലിക് ആസിഡ്സ് അല്ലേ, DNA, RNA പോലുള്ള സാധനങ്ങൾ, ലിപ്പിഡുകൾ, ഇതെല്ലാം പ്രൈമറി ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നെ ആദ്യം നമ്മൾ പഠിച്ച ഭാഗത്തു നിന്ന് ആദ്യത്തെ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒക്കെ ടേംസ് ഒക്കെ ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ നല്ലതാണ്. അതിൻ്റെ ഫിൽട്രേറ്റ്, ആസിഡ് ഇൻസോല്യൂബിൾ എന്താണ്, ആസിഡ് ഇൻസോല്യൂബിൾ എന്താണ്, ബയോ മൈക്രോമോളിക്യൂൾസ് എന്താ, ബയോ മൈക്രോമോളിക്യൂൾസ് എന്താണ്, അതിൻ്റെ എത്ര മോളിക്കുലർ വെയിറ്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ആ ഭാഗത്തു നിന്നൊക്കെ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാറുള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.